ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വി ചാനൽ. മഹേഷ് നാരായണൻ സംവിധാനത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി സ്റ്റാർ കാസ്റ്റ് കണ്ട പാട്രിയോട്ട് സിനിമയെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിലെ മനുഷ്യൻ എന്ന സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ സോങ് ആണ്. ആൻഡ് സുഷിൻ ശ്യാമാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. വൺ ഓഫ് ദി പോസിറ്റീവ് ഈ ഒരു പാട്ടുകൂടെയാണ്. ബട്ട് വീഡിയോ സോങ്ങിൽ ഇത്രയും പൈസ ചെലവാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളൊരു ഡൗട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സിനിമയുമായി ബന്ധപ്പെട്ട് ആ ഒരു വീഡിയോ സോങ്ങിൽ ഇത്രയും ഫണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ഡൗട്ട്, അത് തീർച്ചയായിട്ടും പലർക്കും തോന്നിയ ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തേക്കാം. കാരണം വീഡിയോ സോങ് നമുക്ക് കാണാം. സിനിമ കണ്ടവർക്കറിയാം, സിനിമയുമായിട്ട് പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. നെഗറ്റീവ്, പോസിറ്റീവ്, മിക്സ്ഡ്. ബട്ട് ടു ബി ഓണസ്റ്റ്, എൻ്റെ സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് ഒരു രീതിക്കും വകുപ്പില്ലാതെ വളരെ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം പലരും പറയുന്നു ലാലേട്ടനെ കൊന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ തോന്നി എന്നുള്ളതാണ്. നിങ്ങൾ പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കൊന്നതുകൊണ്ട് മാത്രമല്ല, ആ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം മമ്മൂക്കയെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ലാലേട്ടനെ കൊന്നിട്ട് പിന്നെ മമ്മൂക്ക അവിടെ ചുമ്മാ നടത്തിപ്പിക്കാനില്ല. സെക്കൻഡ് ഹാഫിൽ മമ്മൂക്ക അവിടെ ഇരുത്തി എന്നെ കൊണ്ടൊന്നും വയ്യട എന്നൊരു സിറ്റുവേഷനിൽ പറയിപ്പിക്കുന്ന രീതിയിലുള്ള സീൻസും കാര്യങ്ങളാണ് മഹേഷ് നാരായണൻ അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളുള്ള ഫേമസ് ആയിട്ടുള്ളവർക്കൊക്കെ സിനിമയിലൊക്കെ ചാൻസ് ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ തന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അവർക്ക് നല്ല ചാൻസുകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കോമ്പറ്റീഷൻ തന്നെ കൂടിയത്. കാരണം സിനിമയിൽ ഇപ്പൊ ആൾക്കാരെ ചൂസ് ചെയ്യാൻ വേണ്ടി അവർ ഓഡിഷനും പരിപാടികളൊന്നും നടത്തുന്നില്ല അധികം. കാരണം മാക്സിമം അവരിപ്പോൾ ചെയ്യുന്ന എന്താണ്, സോഷ്യൽ മീഡിയ തപ്പുക, കുറച്ച് റിസർച്ച് ചെയ്യുക, കുറച്ച് അനലൈസ് ചെയ്യുക, അങ്ങനെ കുറച്ച് പേരെ ചൂസ് ചെയ്യുക, അതിന് സോർട്ട് ഔട്ട് ചെയ്ത് കുറച്ച് പേരെ സിനിമയിലേക്ക് എടുക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് അവർ ഓഡിഷൻ പോലെ ഈ സിനിമ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കുന്നത്. കാരണം അത്രയും ടാലന്റഡ് ആയിട്ട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഓഡീഷൻ നടത്തി സമയം കളയാനോ അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാതെ വെറുതെ ടൈം തീർക്കാനോ ഒന്നുമില്ല. ഇങ്ങനെ സോഷ്യൽ മീഡിയ കുറിച്ച് തപ്പും. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എത്ര പേര് സോഷ്യൽ മീഡിയയിൽ നിന്ന് എത്ര പേരുകളാണ് സിനിമയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ബിറ്റ്വീൻ ഈ പാട്ട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂക്കയുടെ ആ സൗണ്ടും സുഷിൻ്റെ ആ മ്യൂസിക്കും ഒക്കെ ആയിട്ട് കിടിലനായിരുന്നു. നന്നായിട്ട് തന്നെ എനിക്ക് വർക്കൗട്ട് ആയ ഒരു പാട്ടോടെയാണ് മ്യൂസിക്കൽ. സത്യമല്ലേ? ഇത്രയും എൻ്റെ ഒരു ഒപ്പീനിയൻ, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 3.5 മിനിറ്റ് പാട്ട് ഇത്രയും റിലീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ആവശ്യമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ ഇവിടെ ഒരു സംഭവം നടക്കുകയാണെന്ന് അറിയിക്കാൻ വേണ്ടി ഫസ്റ്റ് ഒരു ഗ്ലിംസ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു എഡ്ജ് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്ന പോലെ എഡിറ്റായിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് വിട്ടാൽ മാത്രം അത് നമുക്ക് മനസ്സിലാക്കുന്നു. പിന്നെ ഇവർ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കണം, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ കൂടുതലായിട്ടും ആ ഒരു ഫ്രെയിം പൊട്ടൻഷ്യൽ കൊടുക്കണം എന്ന് വിചാരിച്ചാണ് അവർ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ബട്ട് ഓണസ്റ്റ്ലി ഇതിൻ്റെ ഇത്രയും ആവശ്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒരു പരിപാടി നടക്കണം, അപ്പോൾ ഇത്രയും വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർ സെലിബ്രേഷൻ ചെയ്യുന്ന ഈ 3 മിനിറ്റോളം 3:41 മിനിറ്റോളം ഉള്ള സാധനങ്ങളൊന്നും ഇടേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. പലരും ഇത് സിനിമ കഴിഞ്ഞിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയ്ക്കും അടിച്ച് തള്ളേണ്ടവർ ചുമ്മാ ഇതിൽ പണം ചുമ്മാ കളഞ്ഞില്ലേ എന്നുള്ള ഒരു. പിന്നെ അതൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഇത് ഇത്രയും പൊട്ടൻഷ്യലായിട്ട് ഇടുമ്പോൾ അത്രയ്ക്കുള്ള ഒരു എഫേർട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്കുള്ള നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് തന്നെയാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ബിറ്റ്വീൻ പടത്തിൻ്റെ വയസ്സ് നോക്കുമ്പോൾ മാക്സിമം പേര് നെഗറ്റീവ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, കുറച്ച് പേര് പോസിറ്റീവ് പറഞ്ഞു, കുറച്ച് മിക്സറൊക്കെ കുറവും തന്നെയായിരുന്നു. കാരണം ലാലേട്ടനെ കൊന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. തുടക്കത്തിൽ ലാലേട്ടൻ കാരണമാണ് ഈ സിനിമയിൽ 100 കോടി അടിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള സംസാരങ്ങൾ വന്ന് മൊത്തത്തിൽ ലാലേട്ടനെ വെച്ച് ചിത്രീകരിച്ച് തന്നെയാണ് പാട്ടോട്ട് ഇറങ്ങി എന്നുള്ളൊരു ട്രോളുകളും ടോക്കുകളും വരെ വന്നിട്ടുണ്ടായിരുന്നു. ബിറ്റ്വീൻ പടത്തിൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല രീതിക്ക് വന്ന് സെക്കൻഡ് ഹാഫ് ലാലേട്ടന് ഇൻട്രോയും കാര്യങ്ങളൊക്കെ വന്ന് ലാലേട്ടനെ കൊന്നു കളയുന്ന ആ സെക്കൻഡ് ഹാഫ് ലാലേട്ടന് അവരുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് കാണുമ്പോൾ നല്ല സുഖവും സന്തോഷവും ഉണ്ടായിരുന്നു. ബട്ട് എന്നിരുന്നാലും ആ ഒരു ഓവറയോ അല്ലെങ്കിൽ ആ ഒരു ഇപ്പം ആരാ പറയുക, എപ്പോഴും പോയി മാസ് അപ്പീൽ പടം കാണേണ്ട ആവശ്യമില്ല, എപ്പോഴും പോയി മാസ് അപ്പീൽ കാണേണ്ട പടം ആവശ്യമില്ല, എപ്പോഴും പോയി കണ്ടന്റ് ഓറിയന്റഡ് പടം കാണേണ്ട ആവശ്യം ആർക്കും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതും കൂടെ മനസ്സിലാക്കണം. ഈ സിനിമയിലേക്ക് വരുമ്പം രണ്ടുപേരുടെ ഒരു അഭിപ്രായം, രണ്ടുപേരുടെ ഒരു സംസാരങ്ങൾ, കോൺവെർസേഷൻ വരുമ്പോൾ തന്നെ എന്ത് കോൺവെർസേഷനാണ്, എനിക്കിപ്പോൾ വയ്യടാ, അതൊരു തമാശയെ പോലെയാണ്. ബട്ട് കുറച്ചുകൂടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം മമ്മൂക്കയെ കിടത്തിയിരിക്കുകയാണ് വയ്യാത്ത പോലെ. അങ്ങനെ വരുമ്പോൾ തന്നെ അപ്പോഴേക്കും ആ ഒരു കാണുന്നതിന് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ. അപ്പോഴേക്കും ട്രോളുകളൊക്കെ വീണ്ടും വന്ന് ഭീഷ്മ പർവ്വതത്തിൽ ബെഡിൽ കിടക്കണ, ഇത് കാറിലിരിക്കണം, അങ്ങനെയൊക്കെ ട്രോളുകൾ. ലാലേട്ടനെ കുത്തി കൊല്ലുന്ന അനേഷ് ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത കുറച്ച് സീൻസുകളൊക്കെ അതിൽ വരുന്നുമുണ്ട്.
ഇപ്പോഴും മഹേഷ് നാരായണ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇങ്ങനെയാണ് അത് എപ്പോഴും ഇത്രയും രണ്ട് വലിയ സ്റ്റാർ കാസ്റ്റിലുള്ളവർ എടുക്കുമ്പോൾ പിന്നെ അത്രയും ഫണ്ട് കുറച്ചും കൂടെ പടം എടുക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഇത്രയും വലിയൊരു പടം എടുക്കുമ്പം ഇത്രയ്ക്കുള്ള കിട്ടാനുള്ളതും കൂടെ കിട്ടണം. ഡോക്യുമെന്ററി തൊലിച്ചു വെച്ചാൽ കിട്ടണമെന്നില്ല, ഡോക്യുമെന്ററി തൊലിച്ചു വെച്ചാൽ വർക്കൗട്ട് ആവണമെന്നുമില്ല, അപരാധം പടച്ചു വിടേണ്ടി വരും. അത് പിന്നെ ഇത്ര ഡിഫെൻഡ് ചെയ്യുക, അത് അവർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഈ പാട്ട് കിടിലനായിരുന്നു.